അപ്പൊ നമ്മൾ ഈ ലുക്ക് എങ്ങനെ ആകണം എന്നുള്ളതിനെ പറ്റി ഒരുപാട് തോട്ട്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ചില സോഴ്സ് മെറ്റീരിയൽസിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് ഇപ്പം കാണുന്ന ഒരു ലുക്കിലോട്ട് ലാൻഡ് ചെയ്തത്. ഈ ലുക്കിലോട്ട് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്കുള്ളത് മമ്മൂക്കയ്ക്ക് തന്നെയാണ്. അദ്ദേഹമാണ് അങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ ഇത് ചെയ്തത്. ഇത് ഒരിക്കലും അങ്ങനെ ഒരു സർവ്വഗുണ സമ്പന്നനായ ഒരു മര്യാദ പുരുഷോത്തമനൊന്നും അല്ല, കുറച്ച് വേറെ ചില ഷെയ്ഡ്സ് ഉള്ള ചെയ്യുന്ന ഒരു കഥാപാത്രം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ മമ്മൂക്കയുടെ ഒരു സീക്വൻസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം അദ്ദേഹത്തിന്റെ പെർഫോമൻസിനകത്ത് അദ്ദേഹം ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഫൈനൽ ഔട്ടിൽ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നല്ല, പക്ഷെ നമ്മൾ ഫിലിം മേക്കിങ്ങിന്റെ പരിപാടിയിൽ അതൊരു ഒരു ഭയങ്കരമായ ഒരു ഗൂസ് ബംസ് തന്ന ഒരു സാധനമായിരുന്നു. എഡിറ്റിങ്ങിൽ കുറച്ച് പരിപാടികൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് സ്ക്രീൻ പ്ലേ ആയപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും സിനിമ തിയേറ്ററിൽ വന്ന് കഴിയുമ്പോഴേ കൃത്യമായിട്ട് അതിന്റെ ഒരു പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതുവരെയുള്ള പ്രോസസ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഹായ്, ഹലോ, വെൽക്കം ടു ഫാൻവില്ല. നമ്മൾ മലയാളികൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് കളങ്കാവൽ. ചിത്രത്തിൻ്റെ സംവിധായകനാണ് ഇന്ന് ഫാൻവില്ലയ്ക്കൊപ്പം ജിതിൻ കെ ജോസ്. സ്വാഗതം. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയോടൊപ്പമുള്ള ആദ്യത്തെ ചിത്രം. ഒരു സംവിധായകൻ, ഒരു നവാഗത സംവിധായകന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു അവാർഡ് എന്നുള്ള തരത്തിൽ തന്നെ നമുക്കതിനെ വേണേൽ കാണാം. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വിട്ടതിൽ പിന്നെ തന്നെ ഏറ്റവും അധികം വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രങ്ങളിൽ ഒന്നായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എല്ലാ തലത്തിലും ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? രണ്ട് രീതിയിലും ഹാപ്പിയാണ്. ടോട്ടൽ പ്രോസസ്സിലും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു വലിയൊരു യാത്ര അതിന്റെ പുറകിലുണ്ട്. നമ്മൾ എല്ലാ മലയാളത്തിലുള്ള സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും പോലെ തന്നെ മമ്മൂക്കയെ വെച്ചിട്ട് ഒരു പടം ലോഞ്ച് ചെയ്യാൻ പറ്റണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പിന്നെ അതിന് പറ്റും എന്ന് തോന്നുന്ന ഒരു സ്ക്രീൻ പ്ലേയിലോട്ട് എത്തിയപ്പോഴാണ് അങ്ങനെ അതൊരു ആഗ്രഹമായിട്ട് മാറുന്നതും പിന്നെ അതിൻ്റെ പുറകെ പരിശ്രമിച്ച് നോക്കിയതും അദ്ദേഹത്തിനും കൂടെ അതേ ആത്മവിശ്വാസം തോന്നിയതിൻ്റെ പുറത്താണ് ഈ സിനിമ ജനിക്കുന്നത്. അപ്പം പിന്നെ ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു അതിൻ്റെ ഷൂട്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട്. ഇപ്പോൾ അത് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. ഇതുവരെ ഉള്ള ഒരു പോക്കില് സംതൃപ്തനാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വിലയിരുത്തുകയാണെങ്കിൽ അങ്ങനെയാണ് വിലയിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് നമ്മള് അൾട്ടിമേറ്റ്ലി ഞാനെന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ എങ്ങനെയാണ് സിനിമയെ നോക്കിക്കാണുന്നത് എന്നൊരു ആംഗിൾ അതിനകത്ത് ത്രൂ ഔട്ട് ഫിലിം മേക്കിംഗ് പ്രോസസ്സ് തൊട്ട് അല്ലെങ്കിൽ സിനിമയുടെ കഥാബീജം ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലും ത്രൂ ഔട്ട് നമ്മൾ ആ സിനിമയെ ജഡ്ജ് ചെയ്യുന്നത് ഒരു പ്രേക്ഷകന്റെ കൂടെ ഒരു ആംഗിളിലാണ്. ഇപ്പം എപ്പോഴും ഒരു സിനിമ ജനിക്കുന്നത് ഒരു ക്രിയേറ്ററുടെ മൈൻഡിലാണെങ്കിലും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എനിക്ക് തോന്നുന്നു ജഡ്ജ്മെന്റ് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. അതിനകത്ത് ഏത് ചൂസ് ചെയ്ത് എങ്ങോട്ട് പോകണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ് ആ സൃഷ്ടിനെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മെയിൻ ഡിസൈനിങ് ഫാക്ടേഴ്സിലൊന്ന്. അപ്പം അതിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകം ഒരു പ്രേക്ഷകൻ എങ്ങനെ അതിനെ നോക്കിക്കാണാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു തോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം അത് ത്രൂ ഔട്ട് ആ ഒരു സാധനം ക്യാരി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ. അപ്പം ആ ഒരു ആംഗിളിലും ഹാപ്പിയാണ്. കുറിപ്പിന്റെ സമയം തൊട്ടേ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം ശരിക്കും അൾട്ടിമേറ്റ് ആയിട്ട് അതിന്റെ ഒരു സ്പാർക്ക് കിട്ടിയത് എപ്പോഴായിരുന്നു? കുറിപ്പിന്റെ സമയം എന്ന് പറഞ്ഞാൽ കുറിപ്പ് എനിക്ക് തോന്നുന്നു കുറിപ്പിന്റെ ഒക്കെ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പിന്നെ എൻ്റെ ഇതിനകത്ത് കോറൈറ്ററായിട്ട് ജിഷ്ണു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവനിങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓടുന്നൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് റിയൽ ഇൻസിഡൻസിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഒന്ന് രണ്ട് ഇൻസിഡൻസിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസ് ഇൻസ്പിറേഷൻ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അന്ന് എനിക്ക് പേഴ്സണലി ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവങ്ങളാണ്. പക്ഷെ ഇത് ഒരുമാതിരി അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനപ്പുറത്തോട്ട് ആ സംഭവത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന സംഗതികൾക്കപ്പുറം അതൊരു സിനിമയായിട്ട് ചെയ്യണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ജനിക്കണമെങ്കിൽ അത് വേറൊരു എക്സ് ഫാക്ടറും കൂടെ ആഡ് ആവണമല്ലോ. അപ്പൊ അന്ന് അങ്ങനെ ഫിക്ഷൻ വരുമോ അല്ലെങ്കിൽ ഫിക്ഷൻ ഇല്ലെങ്കിൽ പോലും ഒരു വേറൊരു നെറേറ്റീവ് സ്ട്രക്ചറോ നെറേറ്റീവ് ആംഗിളോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകാറ് സാധാരണ രീതിയിൽ.
അപ്പൊ അങ്ങനെ ഒരു ഫീൽ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങള് വേറെ യാത്രകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് വേറൊരു കോമൺ ഫ്രണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സമയത്ത്, അത് ഇൻട്രസ്റ്റിൽ തന്നെയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹവുമായിട്ടും ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റി ചെറുതായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഒരു ഒരു ചുമ്മാ ഒരു സജഷൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. വേറെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ഇൻസിഡന്റിൽ നിന്ന് ഉണ്ടായ ഒരു 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 തോട്ട് അദ്ദേഹം ഇങ്ങനെ ഷെയർ ചെയ്തു. അന്നേരം പോലും എനിക്കും അത് അത്ര ഒരു അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയിരുന്നില്ല ആക്ച്വലി. പക്ഷെ പിന്നെ അത് വെച്ചിട്ട് ചുമ്മാ ആലോചിച്ചപ്പോൾ ആ ഒരു റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന കുറച്ച് പുതിയ പാർട്സ് ഇങ്ങനെ തോന്നി. ആ മൊമെന്റിലാണ് ഇതിനകത്ത് ശരിക്കും ഇതൊരു സിനിമയായിട്ട് വർക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഒരു റിയലൈസേഷൻ സംഭവിക്കുന്നത്. പിന്നെ അതിന്റെ പുറത്താണ് പിന്നെ അങ്ങോട്ട് വർക്ക് ചെയ്ത് നോക്കിയതും. അതായത് നമുക്ക് എപ്പോഴും നമുക്കിതൊരു ഈ ഒരു സംഭവം ഒരു സിനിമയായിട്ട് ചെയ്യാം എന്നൊരു തോന്നലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ സംഭവിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എനിക്കൊന്നും അത് അന്നേരമാണ് സംഭവിച്ചെന്ന് തോന്നുന്നു. അപ്പം അന്ന് തൊട്ട് പിന്നെ അങ്ങോട്ട് ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് പോയത്. അത് പിന്നെ പുറകോട്ട് പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നേ പിന്നെ മമ്മൂക്കയുടെ ആ ഒരു ലുക്കിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചകളും പല ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും ഈ മുടി പുറകോട്ട് ചീവി വെക്കുക അല്ലെങ്കിൽ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ശരിക്കും അതെപ്പോഴായിരുന്നു സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ കുറെ സംഗതികളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിന്റെ ഒരു ബേസ് തോട്ട് ജനിക്കുന്നത്. പിന്നെ അത് എൻ്റർലി ഒരു ഫിക്ഷണൽ സ്പേസിലോട്ടാണ് കൊണ്ടുപോയതും ഇത് ഡെവലപ്പ് ചെയ്തൊക്കെ പോയത്. പക്ഷെ ഇതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളും ആ സംഭവത്തിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ആയിട്ടുള്ള ചില പേഴ്സൺസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ലുക്ക് എങ്ങനെ ആകണം എന്നുള്ളതിനെ പറ്റി ഒരുപാട് തോട്ട്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ചില സോഴ്സ് മെറ്റീരിയൽസിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് ഇപ്പം കാണുന്ന ഒരു ലുക്കിലോട്ട് ലാൻഡ് ചെയ്തത്. ഈ ലുക്കിലോട്ട് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്കുള്ളത് മമ്മൂക്കയ്ക്ക് തന്നെയാണ്. അദ്ദേഹമാണ് അങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ ഇത് ചെയ്തത്. അതായത് ഇങ്ങനെ ഒരു സോഴ്സ് മെറ്റീരിയലിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയിലോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് അദ്ദേഹമാണ്. അപ്പോൾ അത് നമുക്ക് അന്നേരം ഒരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് പോലെയായിരുന്നു. കാരണം അതിനകത്ത് ഇറ്റ്സെൽഫ് ആ ഒരു ലുക്ക് വൈസ് ഒരു പുതിയൊരു സാധനം അത് ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ അത് സംഭവം അത് ക്യാരക്ടറൈസേഷനുമായിട്ടും കണക്ട് ആവുന്നുണ്ടെന്ന് അന്നേരം തോന്നി. പിന്നെ സിനിമ പിന്നെ എൻ്റെ ഷൂട്ട് പ്രോസസ്സിലാണെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള പ്രോസസ്സിലും എല്ലാം അത് വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് തോന്നിയത്. ഇപ്പം ഈ പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ജോണർ എന്ന് വേണേൽ പറയാം. ഈ പറഞ്ഞ പോലെ വില്ലനിസം കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം വിധേയനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ബ്രഹ്മയുഗം വരെയുള്ള ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആ ഒരു ഇത് അത്രയും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എന്താ ഉള്ളതെന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. ലൈക്ക് ആസ് എ ആക്ടർ നമുക്ക് എല്ലാം കൊടുത്തു വെച്ചിരിക്കുന്നു, ഇനിയിപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എന്താ ചെയ്യാം. അപ്പോൾ ആ ഒരു ചാലഞ്ച് എങ്ങനെയായിരുന്നു ശരിക്കും എന്താ പറയാ നേരിട്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിനെ ഓവർകം ചെയ്തേ? അത് ബേസിക്കലി പിന്നെ ഈ പറഞ്ഞ ഉദാഹരണങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അതിന് ഈ പറഞ്ഞ എക്സാമ്പിൾസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഒരു പിന്നെ ആന്റഗോണിസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിടത്തും അഡ്മിറ്റ് ചെയ്യുകയോ ഒഫീഷ്യലി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഇത് ഒരിക്കലും അങ്ങനെ ഒരു സർവ്വഗുണ സമ്പന്നനായ ഒരു മര്യാദ പുരുഷോത്തമനൊന്നും അല്ല. കുറച്ച് വേറെ ചില ഷെയ്ഡ്സ് ഉള്ള ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൽ തന്നെ ഈ പറയുന്ന പോലെ വില്ലനിസങ്ങൾ പിന്നെ നെഗറ്റീവ് പരിപാടികളും എന്നൊക്കെ പറയുന്നെങ്കിൽ അതിനപ്പുറത്തോട്ട് വേറെ ചില ഷെയ്ഡ്സും കൂടി ഈ ക്യാരക്ടർ ക്യാരി ചെയ്യുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഒരു സ്വഭാവ സവിശേഷത ഉള്ള ഒരു കഥാപാത്രമാണ്. ഒരു കൈൻഡ് ഓഫ് യൂണീക്ക് ആയിട്ടുള്ള ചില ഇന്റൻഷൻസ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം അതിനെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ആ കഥാപാത്രത്തിന് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള ചില പരിപാടികൾ പെർഫോമൻസിൽ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഈ ക്യാരക്ടറിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആ ഒരു തോന്നൽ അദ്ദേഹത്തിനും കൂടെ വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് ചില കഥാപാത്രം തിരഞ്ഞെടുത്തതെന്നും
ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഈ റെഫറൻസ് ഒക്കെ എന്തെങ്കിലും പറയുമ്പോഴേ നമുക്ക് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു സാധനമായിരിക്കാം, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നൊന്നും പറയാനും അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി വന്നായിരുന്നു? അതായത് ഇപ്പം ഒരു ക്യാരക്ടറിനെ നമ്മള് നമ്മുടേതായ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ പരിപാടി ചെയ്തിരിക്കുന്നത്. പക്ഷെ വൺസ് അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു മൊമെന്റിന് ശേഷം നമ്മൾ അതിനോട് ഇൻക്ലൈൻഡ് ആകുന്ന രീതിയിൽ, അതായത് മമ്മൂക്ക ഇത് ചെയ്താൽ എങ്ങനെയായിരിക്കാം എന്ന് നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുമല്ലോ, എല്ലാ ഫിലിം മേക്കേഴ്സിനും ഉണ്ടാകാൻ സാധ്യതയുള്ള പോലെ. ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ക്യാരക്ടറൈസേഷനിലും അദ്ദേഹത്തിന്റെ മാനറിസംസിലും നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രീൻ പ്ലേയിൽ. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന പോലത്തെ ഒരു സ്കെയിലോട്ടാണ് അദ്ദേഹം അതിനെ കൊണ്ടുപോയത്. അതിനപ്പുറത്തോട്ട് ഒരു അഡീഷണൽ ലെയർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ത്രൂ ഔട്ട് വരുന്നുണ്ടായിരുന്നു. അത് ചിലതൊക്കെ ഭയങ്കര ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഫൈനൽ ഔട്ടിനെ പറ്റിയല്ല പറയുന്നത്, ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്. അത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ഒരു നടന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ചാണെന്ന് വിശ്വസിക്കുന്നു. ഈ സെയിം ക്യാരക്ടറിന് ആദ്യം പൃഥ്വിരാജിനെ സമീപിച്ചിരുന്നല്ലേ? അല്ല, അത് അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറഞ്ഞതും പറയാത്തതൊക്കെ വെച്ചിട്ട് പല സാധനങ്ങളും വരുന്നുണ്ട്. ബേസിക്കലി പൃഥ്വിരാജിന്റെ അടുത്ത് പോയിരുന്നു. പൃഥ്വിരാജിന്റെ അടുത്ത് പോയപ്പോഴും നമ്മുടെ മനസ്സിൽ മമ്മൂക്കയിലോട്ട് എത്തേണ്ട ഒരു സബ്ജക്ട് എന്നൊരു രീതി തന്നെയാണ് അദ്ദേഹത്തിന്. കാരണം ഇത് ബേസിക്കലി രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുള്ള സാന്നിധ്യം ഈ സ്ക്രീൻ പ്ലേയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് പൃഥ്വിരാജിലോട്ടും പോയത്. അപ്പൊ അദ്ദേഹം പിന്നെ അങ്ങനെ ഇത് ഞാൻ ചെയ്യണം, മമ്മൂക്ക ചെയ്യണം, അങ്ങനെയല്ലായിരുന്നു. അത് ചിലരങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തത്. അത് ബേസിക്കലി മമ്മൂക്കയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് മമ്മൂക്കയിലോട്ട് പോയത്. മമ്മൂക്കയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി അത് മമ്മൂക്കയുടെ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലോട്ട് അത് മാറുമായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കമ്മിറ്റ്മെന്റ്സും പരിപാടികൾക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് എപ്പോഴാണ് ഷൂട്ട് ചെയ്യണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത്. ആ സമയത്തും ഈ പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ സ്പേസ് അവിടെ ഉണ്ട്. അപ്പൊ അത് ആരെ വേണം എന്നുള്ള ഡിസിഷൻ പിന്നെയാണ് ഒരു ഇതിലോട്ട് വരുന്നതും വിനായകൻ ചേട്ടൻ പടത്തിലോട്ട് വരുന്നതൊക്കെ. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറുപ്പിന്റെ സമയം തൊട്ടേ ഈ ഒരു സ്പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. കുറുപ്പ് മീൻസ് കുറുപ്പിന്റെ ഒരു ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സമയത്തോട്ട്, പിന്നെ അത് എനിക്ക് എഴുത്തിന്റെ പ്രോസസ്സിലോട്ട് പോയത് കുറുപ്പിന്റെ ഒക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണെന്ന് തോന്നുന്നു. അപ്പൊ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ദുൽഖറിന്റെ അടുത്തോ എപ്പോഴെങ്കിലും ഇതിനെ പറ്റി ഒരു സംസാരം വന്നായിരുന്നു, ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്? കാരണം അന്ന് അങ്ങനെ മമ്മൂക്കയിലോട്ട് പോകാൻ ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയിരുന്നില്ല. അതിന്റെ ഒരു പ്രൈമറി തോട്ട് പ്രോസസ്സും പരിപാടികളൊക്കെ നടക്കും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലാണ് അത് സ്ക്രീൻ പ്ലേ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നോക്കുന്നതും. അത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പോയാലൊരു പിന്നെ മമ്മൂക്കയിലോട്ട് പോകാനായിട്ടുള്ള ഒരു, കാരണം അദ്ദേഹം ചെയ്താൽ രസമായിരിക്കാം എന്നൊക്കെ ഒരു തോന്നൽ അതിനുശേഷമാണ് വരുന്നത്, പിന്നെയാണ് വരുന്നത്. അതിന് മുമ്പ് അതൊരു സബ്ജക്റ്റ് ആയിട്ട് മൈൻഡിലോട്ട് വന്നിട്ടുണ്ടോ എന്നേ ഉള്ളായിരുന്നു. അതുപോലെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ തമിഴ്നാട് അതുപോലെ ഉള്ള ലൊക്കേഷൻസും കൂടി ആയിരുന്നല്ലോ. അപ്പം നമ്മൾ ഫോണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിലും കളങ്കാവൽ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള ഫോണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു തമിഴ് ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എത്രത്തോളം പ്ലാൻഡ് ആയിരുന്നു ബേസിക്കലി? അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം? അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഈ സിനിമ പറയുന്ന ആ ഒരു കഥ, അതിന്റെ പശ്ചാത്തലമായിരിക്കുന്ന ഒരു ഭൂമിക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തെ ചില സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കന്യാകുമാരി ജില്ലകളുടെ അതിർത്തി പ്രദേശത്തെ ചില സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ട് കൾച്ചറിനെയും അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ കുറെ എലമെന്റ്സ് അങ്ങനെ പോയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ടൈറ്റിൽ ചൂസ് ചെയ്യുന്ന സമയത്തും ടൈറ്റിലിന്റെ ഫോണ്ട് ചൂസ് ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ട് കൾച്ചറിനെ അഡ്രസ് ചെയ്യാനായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ പടത്തിന്റെ ടൈറ്റില് കളങ്കാവൽ എന്നുള്ള ആ പേര് അത് ക്യാരി ചെയ്യുന്ന അർത്ഥം മലയാളത്തിലും തമിഴിലും ഏതാണ്ട് സെയിം മീനിങ് തന്നെയാണ്. ഞാൻ പറഞ്ഞതിന്റെ വാച്യാർത്ഥം വേർഡ് മീനിങ് ആണ്, റിച്വലും ഹിസ്റ്ററി അല്ല പറയുന്നത്. അപ്പം ഇത് രണ്ടിടത്തും ഒരേ സാധനം തന്നെയാണ്. അപ്പം ഫോണ്ടിലും ബോധപൂർവം തന്നെ അങ്ങനെ ചെയ്തതാണ്. ലാംഗ്വേജ് ആണെങ്കിലും മൾട്ടി ലിംഗ്വൽ ഒക്കെ ആയിട്ടാണോ നമ്മള്? അല്ല, അങ്ങനെയില്ല. മലയാളം സിനിമ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന കുറച്ച് തമിഴൊക്കെ പറയുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. അങ്ങനെയാണ്. കാരണം ഇത് ഇവിടെ നമ്മുടെ ആംഗിൾ തന്നെയാണ് പോകുന്നത്. ഇങ്ങനെ ഒരു കൾച്ചറൽ സാധനം ഉണ്ടെന്നേ ഉള്ളൂ. ഈ റിലീസിനോടനുബന്ധിച്ചിട്ട് ഈ നടന്മാരാണേലും ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ഭയങ്കര പ്രഷറാണല്ലേ, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് ഇപ്പൊ ഒരു ഫീലിംഗ്? എങ്ങനെയാ? ടെൻഷൻ ഉണ്ടോ? അൾട്ടിമേറ്റ്ലി ഇപ്പൊ നമ്മള് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സിനിമ തിയേറ്ററിൽ വന്ന് കഴിയുമ്പോഴേ കൃത്യമായിട്ട് അതിന്റെ ഒരു പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതുവരെയുള്ള പ്രോസസ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്.
ബാക്കി കാലം അല്ല കുറച്ച് കാമായിട്ടോ അല്ല പീസായിട്ടോ ഒക്കെ ഇരിക്കാൻ നോക്കാറുണ്ടോ, അല്ലെങ്കിൽ അതെ എന്റെ ഒരു വേ ഓഫ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പ്രഷർ? അങ്ങനെ പിന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഭീകരമായ പ്രഷറിലോട്ട് ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം പിന്നെ പ്രോസസ്സിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇപ്പം നമ്മുടെ മാത്രം ഇതല്ല, ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെയും ബാക്കി സപ്പോർട്ട് സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ ക്രൂ മെമ്പേഴ്സിനും അത്യാവശ്യം നല്ല ഒരു ക്രൂ തന്നെയായിരുന്നു ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ഒരു പിന്തുണ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ഒബ്വിയസ്ലി ഈ പറയുന്ന മമ്മൂക്കയുടെ വിനായകൻ ചേട്ടൻ്റെ ഒക്കെ സാന്നിധ്യം അത് ടോട്ടൽ സിനിമേനെ ആ രീതിയിൽ എൻഹാൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് പ്രോസസ്സിൽ ഹാപ്പിയാണ് ഇതുവരെ. ഇപ്പം മമ്മൂക്ക അതുപോലെ വിനായകൻ ചേട്ടൻ്റെ ആണെങ്കിലും ഈ രണ്ട് ക്യാരക്ടേഴ്സ് നമുക്ക് മെയിൻ രണ്ട് ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഡയറക്ടോറിയൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കി കാണുമ്പം ഇത് ഏറ്റവും നന്നായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടർ സംവിധാനം ചെയ്ത സമയത്ത് തോന്നിയായിരുന്നോ? എന്ന് പറഞ്ഞാൽ ഉള്ളതിനകത്ത് മമ്മൂക്കയും വിനായകനും അല്ലാണ്ട് മറ്റൊരാളുടെ ഒരു ക്യാരക്ടർ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഈ സിനിമയ്ക്കകത്ത് പിന്നെ ഇവര് രണ്ടുപേർക്കും ആണ് നല്ല രീതിയിൽ സ്ക്രീനിൽ സ്പേസ് ഉള്ളതും പിന്നെ പെർഫോം ചെയ്യാനുള്ള സ്പേസും എല്ലാം ഉള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഇവര് രണ്ടുപേരും തന്നെയാണ്. പിന്നെ വേറെ കുറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, അതിലും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള പലരും ഉണ്ട്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പുറത്ത് വിട്ടിട്ടില്ലാത്തതുകൊണ്ട് ആരുടെ പേര് അല്ല, ചിലപ്പോൾ മുന്നേ വരും. പക്ഷെ നമ്മൾ ഈ ഒരു മൊമെന്റ് വരെയും അങ്ങനെ ഡീറ്റെയിൽസ് മറ്റ് കഥാപാത്രങ്ങളെ പറ്റിയോ ചെയ്ത ആൾക്കാരെ പറ്റിയോ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ആരുടെയും പേരെടുത്ത് പറയാനായിട്ടുള്ള പരിപാടി ഉണ്ട്. ഇപ്പൊ ഫാൻ മെയ്ഡ് ഒരു ട്രെയിലർ ഞാൻ കണ്ടപ്പോ അതിനകത്തിൽ പല പല മുഖങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ കണ്ണിന്റെ പോർഷൻസിൽ ഭാവനയുടെ ഒരു ചെറിയൊരു പോർഷനും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തിലും ഭയങ്കര ആന്റിസിപ്പേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ആരൊക്കെയായിരിക്കും പെൺകുട്ടികൾ പലര് വന്നു പോകുന്നത്, അത് ആരൊക്കെയായിരിക്കും ക്യാരക്ടേഴ്സ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതില് അതിനെ കുറിച്ച് എന്തെങ്കിലും? ഇത് ഇപ്പം പറഞ്ഞ പേരും അതുപോലെ കുറെ പേരുകൾ ഇങ്ങനെ ഇന്നിപ്പം ഇങ്ങനെ ചിലരും ഇന്നയാളില്ല അപ്പൊ എവിടുന്ന് കണ്ടെന്ന് പറയുമ്പോൾ വിക്കിപീഡിയ കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പിന്നെ അതില് കുറച്ച് കാര്യങ്ങളെ സത്യമുള്ളൂ. ബാക്കി കുറെ കഥാപാത്രങ്ങളുടെ പേര്, അഭിനേതാക്കളുടെ പേര് പറയുന്നത് ഒരു ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് വന്നതല്ല, അതാരോ വെറുതെ അങ്ങ് പറയുന്നതാണ്. ആരൊക്കെയാണെന്നുള്ളത് ഗ്രാജുവലി പുറത്ത് വിടുന്നതാണ്. കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഈ പറയുന്ന നമ്മൾ ചുറ്റും കാണുന്ന ന്യൂസിനകത്ത് പറയപ്പെടുന്ന പേരുകൾ ആയിരിക്കണമെന്നില്ല. അൾട്ടിമേറ്റ്ലി ഒരു കിക്ക് തന്ന ആസ് എ ഡയറക്ടർ ഈ ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അൾട്ടിമേറ്റ് ഒരു കിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഷോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ? ലൈക്ക് ഉണ്ട് ഒരു അങ്ങനെ കുറെ മൊമെന്റ്സ് ഉണ്ട്. അതിൽ തന്നെ പിന്നെ മമ്മൂക്കയുടെ ഒരു സീക്വൻസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം അദ്ദേഹത്തിന്റെ പെർഫോമൻസിനകത്ത് അദ്ദേഹം ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഫൈനൽ ഔട്ടിൽ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നല്ല, പക്ഷെ നമ്മൾ ഫിലിം മേക്കിങ്ങിന്റെ പരിപാടിയിൽ അതൊരു ഒരു ഭയങ്കരമായ ഒരു ഗൂസ് ബംസ് തന്ന ഒരു സാധനമായിരുന്നു. അത് സിനിമ അത് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റത്തില്ല. ഫൈനൽ ഔട്ടിൽ ഇതൊക്കെ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് വേറെ സംഗതിയാണ്. ഞാൻ അതിന്റെ മേക്കിംഗ് പ്രോസസ്സിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ വരുന്ന ഒരു സാധനമാണ്. ഇതേപോലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആൾക്കാര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മമ്മൂക്കയുടെ ചിരി എന്ന് പറയുന്നത്. അത് ആ ഒരു മൊമെന്റിലേക്ക് അപ്പൊ എങ്ങനെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്? അത് ഡയറക്ടറിന്റെ കംപ്ലീറ്റ് വിഷൻ തന്നെയായിരുന്നു, ലൈക്ക് ഇങ്ങനെ തന്നെ ചിരിക്കണം. അത് ഒരുപാട് പേര് അതെടുത്ത് പ്രത്യേകം ഷോർട്സ് ഒക്കെ ചെയ്തിട്ടിടുന്നുണ്ട്, മമ്മൂക്കയുടെ ഈ ചിരി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ. അപ്പൊ അതെങ്ങനെയായിരുന്നു? അത് ഈ കഥാപാത്രത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകൾ കാരണം ചില പ്രത്യേക കഥാപാത്രങ്ങൾ ചില പ്രത്യേക ഇമോഷൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചിരി എന്ന് പറയുന്നത്. എല്ലാ ചിരിക്കും ഒരേ അർത്ഥമല്ലല്ലോ. അപ്പൊ ഈ പർട്ടിക്കുലർ ചിരിക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അത് പിന്നെ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ പിന്നെ എഴുത്തിലും ഡിസ്ക്രിപ്ഷൻസിലും പറയുന്നതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി അത് അദ്ദേഹത്തിന്റെ ഡെലിവറിയാണ്. അദ്ദേഹം ഡെലിവറി ചെയ്ത ഒരു സംഗതിയാണ്. ഇപ്പോ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞാലും എല്ലാവരും ഒരുപോലെ ഡെലിവറി ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ലെജൻഡ് അങ്ങനെ നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് മാത്രം ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ചില സംഗതികൾ ഉള്ളത് കൊണ്ടാണ്.
അപ്പൊ അത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തായിരുന്നു അപ്പൊ ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു ലൈക്ക് ബ്രീഫിംഗ് കൊടുക്കുന്നത്? പിന്നെ ആ പറയുന്ന ഒരു അതിന്റെ പുറകിൽ എന്ത് ഇമോഷനാണ് അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലാണ് ആ ഒരു ചിരി വരേണ്ടത് എന്നുള്ളതാണ് ബേസിക്കലി ബ്രീഫിംഗിൽ പറയുന്നത്. അത് നമുക്കൊരു പരിധിക്കപ്പുറം ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുമുണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് വെനം ബിനീത്ത് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു തോട്ട് കൂടി, അതായത് കളങ്കാവൽ എന്ന് പറഞ്ഞൊരു പേര് തന്നെ നമുക്ക് അധികം പരിചയമല്ലാത്തൊരു വാക്കാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ക്യാപ്ഷനും കൂടി. അപ്പൊ അത് ആരുടെ ഒരു പ്ലാൻ ആയിരുന്നു? അതും ഈ പറയുന്ന പോലെ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ ക്യാപ്ഷൻ ഇങ്ങനെ കൊടുക്കാം എന്നുള്ളതും ഇങ്ങനെ കൂട്ടായിട്ടുള്ള ഇപ്പം പ്രോജക്റ്റ് ഇതിപ്പം പ്രോജക്റ്റ് ആദ്യം പിച്ച് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയാലൊരു വിവേകേട്ടനുണ്ട്, വിവേക് രാമദേവൻ. അദ്ദേഹത്തിൻ്റെ ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു ക്യാപ്ഷൻ്റെ കൂടെ സാധ്യതയെ പറ്റി പറയുന്നത്. പിന്നെ മമ്മൂക്കയായിട്ട് സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിനും കണക്ട് ആയി അങ്ങനെ ഒരു കൂട്ടായ ചർച്ചയിലാണ് ഈ പറഞ്ഞ ടാഗ്ലൈനും കൂടെ ആഡ് ആയത് ഇതിലോട്ട്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്യാപ്ഷനും കൊടുത്തിട്ടുള്ളത്. അതെ, മോദാൻ വിത്ത് ദ സ്റ്റോറി നമുക്കറിയാം. വെനം ബിനീത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കഥാപാത്രമായിട്ടാണ് സാധ്യത കൂടുതൽ. ഏത് കഥാപാത്രമാണെന്ന് സിനിമ കാണാല്ലേ? ഓക്കെ, ശരിക്കും ഇപ്പൊ ഓൾമോസ്റ്റ് 10 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ആദ്യത്തെ ഒരു എന്താ പറയുക ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ എന്തായിരുന്നു സിനിമയിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷന്റെ ഘടകം എന്തായിരുന്നു? ഇൻസ്പിറേഷന്റെ ഘടകം എന്ന് പറയുന്നത് ബേസിക്കലി ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന പരിപാടിയോട് തോന്നിയ ഒരു പാഷൻ തന്നെയാണ്. ബട്ട് മോർ ദാൻ പാഷൻ എന്താ പറയുന്നത്, ഇപ്പൊ നമുക്കൊരു നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാലഘട്ടം തൊട്ട് നമുക്ക് പലതിനോടും പാഷൻ തോന്നാം. ബട്ട് ഇപ്പം ചിലപ്പോൾ നമുക്ക് ക്രിക്കറ്റിനോട് തോന്നാം, ഫുട്ബോളിന് തോന്നാം. പക്ഷെ അൾട്ടിമേറ്റ്ലി പാഷൻ തോന്നുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പാഷൻ തോന്നുന്ന ഒരു പരിപാടിയിൽ നമുക്ക് എന്തെങ്കിലും എക്സൽ ചെയ്യാൻ പറ്റിയേക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടെ വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെ പെർസ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്. എന്നെങ്കിലല്ലേ അതിനകത്തൊരു അർത്ഥമുള്ളൂ. അപ്പം ഇതിനകത്ത് ഈ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന സംഗതിയോട് ഒരു പാഷൻ തോന്നിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ആലോചനകളിൽ നിന്നും നമുക്ക് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടെ വന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വന്ന മൊമെന്റ്സിലാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് വന്നതും ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചതെന്നും തോന്നുന്നു. ബിടെക്കാണ് പഠിച്ചതെന്ന് മനസ്സിലായി. അപ്പം ബിടെക്കിന്ന് പിന്നെ സിനിമ സംവിധാനം ആ ഒരു ജേർണി ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ലൈക്ക് എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു ഫാമിലി ഒക്കെ? അന്ന് പറയുമ്പോ ഇപ്പം ബിടെക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സമയത്ത് ഡിഗ്രിക്ക് പോകുന്ന ആൾക്കാര് പിന്നെ പല ഇതിലോട്ട് പിന്നെ നമ്മുടെ എനിക്കൊന്ന് ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ബിടെക്കിലോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ എനിക്കൊന്ന് ഫിലിം മേക്കിംഗിൽ തന്നെ ഒരുപാട് ബിടെക്കുകാരുണ്ട്. അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ നമ്മളിപ്പം ബിടെക്കിന് പോകുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു കൃത്യമായ ഒരു ധാരണയിലോട്ടൊന്ന് ലാൻഡ് നിൽക്കുന്ന ഒരു സമയമല്ല പ്രായം എന്ന് പറയുന്നത്. ആ സമയത്തെ പറയുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കൃത്യമായിട്ടൊരു ഡിസിഷനിലോട്ട് എത്തുകയൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ പറയുന്ന ഫാമിലി ആണെങ്കിലും വരുന്ന സ്ഥലമാണെങ്കിലും ഇതിലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ആങ്സൈറ്റി വീട്ടിലും എല്ലാവർക്കും ഉണ്ടാകും. അതുണ്ടായിരുന്നു. കാരണം ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ ഇപ്പം ഫിലിം മേക്കിങ്ങിലാണെങ്കിലും ഇപ്പം നമുക്ക് തന്നെ പേഴ്സണലി അറിയാം, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അത്ര ഭീകരമായ നമ്പർ അല്ല, അത് ഇച്ചിരി കുറഞ്ഞ നമ്പറാണ്. അതൊരു ഹാഷ് റിയാലിറ്റിയാണ്. അപ്പോൾ ആ റിയാലിറ്റി കുറിച്ച് നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാൾ അവയർനെസ് ഉള്ളവരായിരിക്കുമല്ലോ വീട്ടുകാർ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്കുണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കൊരിക്കലും നമ്മുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ഒരിക്കലും വേറൊരാൾക്ക് ഒരു പരിധിക്കപ്പുറം ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള പരിമിതികളുണ്ട് ഈ ഒരു പരിപാടിയിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു ഇത് തോന്നി, പിന്നെ അങ്ങനെ സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. നാട്ടിലൊക്കെ ഒരു വിലയായോ? അല്ല, നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ഹാപ്പി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവരുമായിട്ടുള്ള സംസാരത്തിന് ഭയങ്കര സപ്പോർട്ടാണ് നാട്ടിലുള്ളവരും ഒക്കെ. പടം ഇറങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെ അവരുടെ ഒക്കെ ഉള്ള ഒരു റെസ്പോൺസ് എന്താ? പടം എല്ലാവരും ഭയങ്കര പോകുമ്പോഴൊക്കെ എല്ലാവരും ഭയങ്കര ആന്റിസിപ്പേറ്റ് ചെയ്ത് ഇരിക്കുവാണ്. ഇറങ്ങിക്കഴിയുമ്പോ ആക്സിഡന്റലി ഒരു ഡയറക്ടറായിട്ട് മാറിയ ഒരാളാണോ? ലൈക്ക് തൊട്ടു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറുപ്പ്, അതില് റൈറ്റർ ആയിരുന്നു. അതിനു മുമ്പാണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊരു ഡയറക്ടോറിയൽ ഒരു സ്ഥാനത്തേക്ക് വരുമ്പം അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു? അത് സിനിമ ആഗ്രഹിച്ചത് ഡയറക്ടർ ആവാനായിരുന്നു? അതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡയറക്ഷൻ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ നമുക്ക് കുറെ കൂടെ എഴുത്ത് ആയിരുന്നു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു ഘടകം. അപ്പം
അതിന്റെ പുറത്താണ് ഇറങ്ങി ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ കുറിപ്പ് ഓണായി പിന്നെ അത് പടമായിട്ടൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. പക്ഷെ പിന്നെ ആ ഒരു പ്രോസസ്സിന്റെ ഇടയിൽ ആണ് പതുക്കെ ഡയറക്ഷൻ എന്തായാലും അതിനകത്താണ് കുറച്ചും കൂടെ കിക്ക് ഉണ്ടെന്നുള്ള ഒരു റിയലൈസേഷനും അതിനകത്ത് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റിയേക്കാം എന്നൊരു ആത്മവിശ്വാസമൊക്കെ ഗ്രാജുവലി വന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡയറക്ഷനിലോട്ട് തന്നെ നോക്കാമെന്നൊരു തീരുമാനം എടുത്തതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു. ഡയറക്ഷൻ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നിന്നതും ട്രൈ ചെയ്തതും ഈ സബ്ജക്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയതും ഒക്കെ അങ്ങനെ തന്നെയാണ്. മമ്മൂക്കയായിട്ടുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് ഏതായിരുന്നു? മമ്മൂക്കയായിട്ട് ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഇതിന്റെ സ്ക്രീൻ പ്ലേ പറയാനായിട്ട് പോകുമ്പോ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ആണ് സംസാരിച്ചത്. അപ്പൊ നമ്മള് കുറച്ചൊരു ടെൻഷനൊക്കെ ആയിട്ടാണ് പോയത്. അപ്പം പിന്നെ അപ്പം ആ സ്ക്രീൻ പ്ലേ പറഞ്ഞ് കുറെ അങ്ങ് ചെയ്ത് ഒന്ന് അദ്ദേഹത്തിന് അത് വർക്കായി എന്ന് തോന്നിയ മൊമെന്റിൽ തന്നെ നമുക്കൊന്ന് ഒരു കോൺഫിഡൻസും ഒരു ഐസ് ബ്രേക്കിംഗ് അവിടെ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പിന്നെ അവസാനമായപ്പോൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് പിന്നെ സെറ്റായിട്ട് വരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും ഇപ്പം ഞാനൊരു പുതിയ സംവിധായകനാണ്. അപ്പം ഒരിക്കലും നമുക്ക് ഒരു പരിധിക്കപ്പുറം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അയാൾ എങ്ങനെയായിരിക്കും പുതിയൊരു ഡയറക്ടർ ചെയ്യാൻ പോകണത്, അതിൻ്റെ ഔട്ട് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളെ പറ്റി. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു 1-2 ദിവസം കഴിഞ്ഞ് അപ്പം നമുക്ക് ആ ചെയ്ത ഔട്ടിനെ നമുക്ക് പിന്നെ സ്പോട്ട് എഡിറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ റെഫറൻസ് മ്യൂസിക് ഒക്കെ ഇട്ട് എന്താണ് നമ്മൾ ഫൈനൽ ഔട്ടിൽ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പതിപ്പ് കാണിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇപ്പോഴുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അവരതിനകത്ത് കോൺഫിഡൻസ് ഇപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ അവരെന്ന് ഉദ്ദേശിക്കുന്നത് മമ്മൂക്കയും ടീമും എല്ലാവരുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സംഭവം സെറ്റായിരുന്നു. അതുവരെ നമുക്ക് ചെറിയൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു, ഇതിപ്പം കറക്റ്റാണെന്ന് അവർക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു പക്ഷെ അത് കഴിഞ്ഞപ്പം പിന്നെ അങ്ങ് സെറ്റായിരുന്നു. പിന്നെ അങ്ങനെ ഭയങ്കരമായ കോംപ്ലിക്കേഷൻ പരിപാടികളൊന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യം കൊണ്ട്. ഈ ആക്ഷന്റെയും കട്ടിന്റെ ഇടയിലുള്ള നടന്മാരാണെങ്കിലും അതിനുശേഷം ഉണ്ടാവുന്ന നമ്മളുമായിട്ട്, കാരണം അപ്പൊ നമ്മളൊരു ഡയറക്ടറാണ്, ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുകയാണ്, ഇതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കും. അപ്പൊ ആ ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു? ഇതിപ്പോ മമ്മൂക്കയായിട്ടാണെങ്കിലും വിനായകനായിട്ടാണെങ്കിലും തുടങ്ങിയുള്ള എല്ലാവരുമായിട്ടും അത് ഒരു നല്ലൊരു അനുഭവം. അപ്പൊ നമ്മൾ ഒരുപാട് ആരാധനയോടൊക്കെ ഒരു സമയത്തും തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ അടുത്ത് പെരുമാറാനും സംസാരിക്കാനും സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലാതെയുള്ള പല കാര്യങ്ങളും സംസാരിക്കാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചത് എനിക്ക് അറിഞ്ഞൂടാ, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്ന പോലത്തെ അല്ല, അതിനപ്പുറത്തുള്ള ഒരു അനുഭവം തന്നെ ആയിട്ടാണ് കാണുന്നത്. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ടോട്ടലി നല്ല അനുഭവമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ആയിട്ടിരിക്കുമ്പോഴേ മമ്മൂക്കയ്ക്കൊക്കെ ആണെങ്കിലും എല്ലാം പറഞ്ഞ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും എല്ലാത്തിനെ പറ്റി ഒരു ധാരണയുണ്ട്, എല്ലാത്തിനെ പറ്റി നല്ല അറിവുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ അങ്ങനെ തിരുത്തി തരാനോ അല്ലെങ്കിൽ കൂടുതൽ പുതിയൊരു അറിവായിട്ടൊക്കെ കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നോ? എനിക്ക് ബേസിക്കലി ഇപ്പം ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ മാമാങ്കം എന്ന് പറയുന്ന സിനിമയില് കുറച്ച് സജീവ് പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഒരു മൊമെന്റ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കിയപ്പം ഒരു മിസ്റ്റേക്ക് പറ്റി നമുക്ക് അതിനെപ്പറ്റി കുറെ അന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് നമുക്കറിയാം ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള ആക്ഷൻ കണ്ടിന്യൂറ്റി വരെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരുന്നു. നമ്മുടെ ഭാഗത്ത് പറയുമ്പോ അത് വേറെ ആൾക്കാർ, പക്ഷെ അത് പറഞ്ഞ ആള് ഞാനായിപ്പോയി അങ്ങനെ സംഭവം. പക്ഷെ അപ്പം തൊട്ട് അപ്പൊ ഞാനിത് സ്ക്രീൻ പ്ലേ പറയാൻ വേണ്ടി പോയപ്പോഴും ഇതേ സംഭവം പറഞ്ഞായിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നു, അദ്ദേഹം ഇങ്ങനെ ചിരിച്ചൊക്കെ പോയി. അത് അപ്പൊ അല്ല നമുക്കറിയായിരുന്നു ഇതുപോലെ അവര് വന്നു അഭിനയിച്ചു പോകുന്നു എന്നതിനപ്പുറം ഇതുപോലെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗിൽ അവര് ശ്രദ്ധിക്കുന്നവരാണ് എന്നുള്ള കാര്യം നമുക്കപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് അവർ നോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ടെക്നിക്കലി അവർക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെതായിട്ടുള്ള അനുഭവരീതിയുടെ ഗുണം അവരിലുണ്ട്, ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക്. അപ്പം നമ്മളിപ്പം ഒരു സീൻ കൺസീവ് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അതിന്റെ എക്സിക്യൂഷൻ പരിപാടിയിലാണെങ്കിലും നമുക്കൊരു ടോട്ടാലിറ്റിയെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാകണമെന്ന് ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ അതിന്റെ പാർട്ടായിട്ട് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ശ്രമിച്ചു. അപ്പോൾ എന്തായാലും അവർക്ക് ആർക്കാണെങ്കിലും ഒരുപാട് സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിന് മറുപടികളും നമ്മുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവേണ്ടതും ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പറ്റുന്ന പോലെ ശ്രമിക്കുന്നുണ്ടായിരുന്നു.
ഇപ്പൊ കുറുപ്പായിക്കോട്ടെ കളങ്കാവലായിക്കോട്ടെ ട്രൂ ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് ആണ് എന്ന് ഓൾറെഡി നമുക്കറിയാം. അപ്പം ശരിക്കും അതിനപ്പുറത്തേക്ക് അതാണോ കംഫർട്ട് സോൺ അതോ അല്ല, അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പം രണ്ടും ആക്സിഡന്റലി അങ്ങനെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. അങ്ങനെ അതെങ്ങനെയോ അങ്ങ് സംഭവിച്ചു പോയതാണ്. ഇപ്പം നമ്മൾ അടുത്തൊരു സബ്ജക്ട് ആലോചിച്ച് വന്നപ്പം ഇതല്ലാതെ കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ആലോചിച്ചു. പക്ഷെ ഇതിലോട്ടാണ് പോയതെന്നേ ഉള്ളൂ. അപ്പൊ ഇത് ആ ഫിക്ഷണൽ ആ ഒരു സംഭവത്തെക്കാൾ ഉപരി ആ സംഭവത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് സൃഷ്ടിക്കുന്ന ഫിക്ഷണൽ ആയിട്ടുള്ള ആ ഒരു സിനിമയുടെ പുറത്തുണ്ടാകുന്ന എക്സൈറ്റ്മെന്റിലാണ് മുന്നോട്ട് പോയത്. അല്ലാതെ ആ സോഴ്സ് മെറ്റീരിയലിന്റെ പുറത്തല്ല. അപ്പൊ അത് ഇതങ്ങ് സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. ഇതിനു വേണ്ടിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടി കുറെ യാത്രയൊക്കെ ഇല്ല. കുറിപ്പിന്റെ സമയത്തൊക്കെ ഒരുപാട് അത്യാവശ്യം കുറെ ആൾക്കാരെ കാണുകയും അതുമായിട്ട് മീൻസ് അതിന്റെ പുറകിലുള്ള റിയൽ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണവും പരിപാടിയൊക്കെ നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അങ്ങനെ കുറെ ആൾക്കാരും കുറെ മാധ്യമ പ്രവർത്തകരെയൊക്കെ കാണുകയും അങ്ങനെ ചില സ്ഥലങ്ങളിൽ പോയി ചില വ്യക്തികളെ കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു റിയൽ ഇൻസിഡന്റിനോട് ചേർന്ന് പോകുന്ന രീതിയിലായിരുന്നു അതിന്റെ ഒരു ഡിസൈൻ പരിപാടി. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ശ്രീനാഥേട്ടന്റെ അസിസ്റ്റൻസ് ഒക്കെ 1-2 പേരൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനങ്ങനെ ട്രാവൽ പരിപാടിയോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇത് കുറെ കൂടെ ഈ പറയുന്ന സോഴ്സ് മെറ്റീരിയലിൽ നിന്ന് ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അല്ലാത്ത പരിപാടികളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും ആ ഒരു ഫോൺ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററിൽ നമ്മൾ ഫോണ്ടിന് വരെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം ആ ഒരു പേരിലാണേലും നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ചിത്രത്തിന്റെ മ്യൂസിക് ആണേലും അതുപോലെ എഡിറ്റിങ്ങിനും ഇതിന് രണ്ടിനും എത്രത്തോളം പ്രാധാന്യമുണ്ട്? പിന്നെ മ്യൂസിക്കിനും എഡിറ്റിങ്ങിനും വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണിത്. ലീനിയറായിട്ട് കഥ പറഞ്ഞ് ഇത് പക്ക നോൺ ലീനിയർ പരിപാടിയാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ വെറുതെ ലീനിയറായിട്ട് പറയാതെ കുറച്ച് നോൺ ലീനിയർ ചെറിയ എലമെന്റ്സും അങ്ങനെ കുറെ എഡിറ്റിങ്ങിൽ കുറച്ച് പരിപാടികൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് സ്ക്രീൻ പ്ലേ ആയപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രവീൺ പ്രഭാകറാണ് ഇത് എഡിറ്റ് ചെയ്തത്. അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മ്യൂസിക്കും ഇതുപോലെ മുജീബ് വച്ചിതാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. മുജീബും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മ്യൂസിക്കിനും കുറച്ച് ചെറിയ രീതിയിൽ അങ്ങനെ ഫോർ ദ സേക്ക് ഓഫ് സോങ് പാട്ടില്ല, എന്നാൽ പോലും പാട്ടൊരു മെയിൻ ടൂളായിട്ട് പടത്തിൽ വരുന്നുണ്ട്. അതും അദ്ദേഹം കഥയുടെ ഒഴുക്കിന് പോകുന്ന ഒരു പാട്ടാണ്. കഥയുടെ പിന്നെ പോക്കിൽ ഒരു ചെറിയ രീതിയിൽ പ്രാധാന്യമുള്ള ഒരു സാധനം ആണ് ഒരു ഒറിജിനൽ സോങ്ങിന് ഉള്ളത്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ റൈറ്റർ ആയിട്ടാണെങ്കിലും ഇപ്പൊ നിലവിലെ ഡയറക്ടർ ആയിട്ടാണെങ്കിലും 2 കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ എന്താണ് ഒരു സിനിമയ്ക്ക് ഒരു റൈറ്റർ? എന്തായിരിക്കും ഡെഫിനിഷൻ? എൻ്റെ ഒരു വിശ്വാസവും അനുഭവവും ഒക്കെ വെച്ചിട്ട് ഇപ്പം ഡയറക്ടറാണ് അൾട്ടിമേറ്റ്ലി സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അതിനൊക്കെ ഉപരി സിനിമ ഈസ് എ ഡയറക്ടേഴ്സ് ആർട്ട് എന്ന് പറയാറുണ്ടല്ലോ. അത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിന്റെ മൈൻഡിലായിരിക്കും സിനിമ എന്നുള്ളത്. അത് ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയാണ്, എക്സ്ട്രാ ഹൈയുമാണ്, അങ്ങനെ എല്ലാം കൂടെ ചേരുന്ന ഒരു പരിപാടിയാണ്. റൈറ്റർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സിനിമയുടെ ഒരു കഥാബീജം റൈറ്ററുടെ ഉള്ളിൽ ജനിക്കാം, അല്ലെങ്കിൽ അത് ഡയറക്ടർ പറയുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ ഡയറക്ടറുടെ മൈൻഡിൽ ഒരു വിഷൻ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു സിനിമാറ്റിക് കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അതിനെ പറ്റുന്ന രീതിയിൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും റൈറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അല്ല ഇപ്പം റൈറ്റർക്ക് ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറയാനായിട്ട് പരിമിതികളുണ്ട്. കാരണം അത് ഡയറക്ടറുടെ പരിപാടിയാണ്. അതിലോട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് റൈറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അതിനകത്ത് അതിൻ്റെതായ ഹൈയും പരിപാടികളും ഉണ്ട്, ബട്ട് ഈ പറയുന്ന റെസ്ട്രിക്ഷൻസും ഉണ്ട്. കാരണം ആ രീതിയിലാണ് ഡയറക്ടറുടെ ഒരു അതോറിറ്റിനകത്ത് വരുന്നതെന്ന് തോന്നുന്നു മീഡിയത്തിൽ. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ പോലെ അതിന്റെ തുടർച്ചയായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ റൈറ്റർ തന്നെ ഡയറക്ടർ ആയാലുള്ള ഒരു ബെനിഫിറ്റ് അപ്പം എന്തായിരിക്കും? അത് അപ്പൊ എനിക്ക് എൻ്റെതായ രീതിയിൽ എഴുതാനുള്ള ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. അത് ഭയങ്കര ഇതാണെന്നല്ല പറയുന്നത്, അതിൻ്റെതായ പരിമിതികളുണ്ട്. എനിക്ക് എന്നാൽ അത് കുറേയൊക്കെ ബോധ്യമുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ആസ് എ ഡയറക്ടർ ഞാൻ മൈൻഡിൽ കാണുന്ന പരിപാടിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എൻ്റെ ഉള്ളിലുള്ള റൈറ്ററിന് പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എക്സ്ട്രാ
ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇതിനെ പെർസ്യൂ ചെയ്തതും ആ ഒരു ട്രാവൽ നടത്തിയതെന്നൊക്കെ തോന്നുന്നു. അതില്ലെങ്കിൽ ചിലപ്പം അങ്ങനെ പറ്റും എന്ന് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ കേസ് പറയുന്നതാണ്. അല്ലാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അത് ഓരോരുത്തരുടെയും സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു എക്സ്ട്രാ ഹാപ്പിനെസ്സും ഉണ്ട്, ഒരു എക്സ്ട്രാ ക്രിയേറ്റീവ് ഹൈയും കിട്ടുന്നുണ്ട്. അത് ഡയറക്ടേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അങ്ങനെ കാരണം നമ്മുടെ മൈൻഡിൽ ഒരു കഥാ ബീജം, ഒരു തോട്ട് ജനിക്കുന്നിടം തൊട്ട് അത് ഡെവലപ്പ് ചെയ്ത് അതിനകത്തൊരു ഇതൊരു സിനിമയാകാം ഒരു ഡിസിഷൻ ഉണ്ടാകുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ തരുന്നൊരു മൊമെന്റ് ആയിരിക്കും. ഏതെങ്കിലും രീതിയിൽ നമ്മളെ ആ രീതിയിൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിലോട്ട് ലാൻഡ് ചെയ്യുമ്പോഴായിരിക്കും സിനിമയായിട്ട് ട്രൈ ചെയ്യാം എന്നുള്ളൊരു തോട്ട് ഉള്ളിൽ വരുന്നത്. അതൊക്കെ ഒരു ഗ്രാജുവലി നമുക്ക് ഓരോ കൈൻഡ് ഓഫ് ഹൈ തരുന്ന മൊമെന്റ്സ് ആണ്. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഇതുപോലെ ഈ പറയുന്ന സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. അതങ്ങനെ പോയി പിന്നെ പലരുമായിട്ട് സംസാരിച്ച് പലരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അതിനെ എൻഹാൻസ് ചെയ്യാം ഒക്കെ ചെയ്യാം. പിന്നെ മ്യൂസിക് പരിപാടികളൊക്കെ വന്ന് ഈ ത്രൂ ഔട്ട് പ്രോസസ്സ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു കഥാബീജം ജനിക്കുന്നിടം തൊട്ട് അവസാനം ഫൈനൽ ഔട്ട് വരും. അപ്പോൾ ആ ഒരു ട്രാവൽ ഭയങ്കര രസമാണ് എന്ന് തോന്നുന്നു, ഇങ്ങനെ രണ്ടും ചെയ്യുന്നതുകൊണ്ട്. എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ഡയറക്ടറാണ്, ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. എല്ലാ കാര്യത്തിലും ഇടപെട്ട പറ്റൂ ഡയറക്ടർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉറപ്പാണ്. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല ചോദിച്ചാൽ ഭയങ്കര പെർട്ടിക്കുലർ ആണ്. ബട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ കുറേം കൂടെ ആ ഒരു എവല്യൂഷൻ പ്രോസസ്സിൽ വിശ്വസിക്കുകയും അത് കുറച്ച് ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ്. കുറച്ച് കൊടുക്കൽ വാങ്ങൽ. കാരണം എപ്പോഴും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഗതി എപ്പോഴും നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഉള്ള ജഡ്ജ്മെന്റ് പോലെ തന്നെ പ്രധാനമാണ് ഈ പോയിന്റ്സ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മാക്സിമം ഇൻപുട്സിന്റെ നമ്പർ ഓഫ് ഇൻപുട്സ് കൂടിക്കഴിഞ്ഞാൽ അതുപോലെ അത്രയും ചോയ്സസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞ സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിലാണെങ്കിൽ ഡയറക്ഷന്റെ കാര്യത്തിൽ. അപ്പം ഇങ്ങനെ പലരിൽ നിന്നും ഇതുപോലെ അഭിപ്രായങ്ങൾ കിട്ടുന്നതിൽ ഹാപ്പിയാണ് ഞാൻ. നമുക്ക് നമ്പർ ഓഫ് ചോയ്സസ് കൂടുന്നതിൽ എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. അത് നല്ല കാര്യമാണ് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അതിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള ജഡ്ജ്മെന്റൽ പരിപാടി ഡയറക്ടറുടേതാണ്. അപ്പം അതുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ രീതിയിൽ അതിനെ കാണുന്നുള്ളൂ. ഇങ്ങനെ പക്ക ഞാൻ എഴുതി വെച്ച് തന്നെ എടുക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ടോട്ടൽ സിനിമയെ എൻഹാൻസ് ചെയ്യുന്നു, ടോട്ടാലിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു തുറവുണ്ട്. അത് ഈ ഷോട്ടൊക്കെ റെപ്പറ്റീഷൻ പോവോ അല്ലെങ്കിൽ റീടേക്ക് ഒക്കെ ചെയ്യേണ്ട വരുന്ന സിറ്റുവേഷനിലൊക്കെ എപ്പോഴേലും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇപ്പൊ മമ്മൂക്കയുടെ അല്ലെങ്കിൽ വിനായകന്റെ ഒക്കെ പെർഫോമൻസിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ വേണം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ ഷോർട്ട് പിന്നെ റിപ്പീറ്റേഷൻസും റീടേക്സും പോകാറുണ്ട്. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടാണ് റിപ്പീറ്റേഷൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതിനകത്ത് അങ്ങനെ പ്രശ്നങ്ങൾ വരാറില്ല. അപ്പം മിക്കവാറും കേസുകളിൽ നമ്മൾ പറയാതെ തന്നെ അവർക്കും മനസ്സിലാക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോഴും അവർക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിനകത്തൊരു ഡിഫിക്കൽറ്റി ഒന്നും വന്നിട്ടില്ല അങ്ങനെ ആ ഒരു പ്രോസസ്. അത് സിനിമയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കൂടുതലും ടെക്നിക്കൽ എറർസ് കാണാം. പിന്നെ പെർഫോം ചെയ്യുന്നതിനകത്ത് നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് വേണമെന്ന് തോന്നിയാൽ അത് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. നമ്മുടെ സിനിമയിൽ അങ്ങനെ അതിനകത്ത് അങ്ങനെ ആ ഒരു പരിപാടിയിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. എനിക്കൊന്ന് ഇതൊക്കെ കമ്മ്യൂണിക്കേഷനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സംഗതിയാണെന്ന് തോന്നുന്നു. ഇന്റർവ്യൂവില് ഒരു സംവിധായകൻ പറയുന്നത് കേട്ടാണ്, അത് മമ്മൂക്കയ്ക്ക് ആദ്യം ഒരു ഷോട്ടിന്റെ ആദ്യത്തെ ഒരു പെർഫോമൻസ് കിട്ടി, അത് അടിപൊളിയായിരുന്നു, പക്ഷെ വീണ്ടും ഒന്നും കൂടി എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഓക്കെ ആയപ്പോൾ മമ്മൂക്ക വീണ്ടും വന്നിട്ട് പറഞ്ഞു ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ടേക്ക് 3 എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇൻസിഡന്റ്, അതായത് 3 അല്ലെങ്കിൽ എത്ര എടുത്താലും അത് വ്യത്യസ്തമായിട്ട് തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാല് അങ്ങനെ അതോ സംവിധായകന് ഇത് തന്നെ വേണം എന്നുള്ളൊരു? അല്ല, അത് രണ്ട് രീതിയിലും പറയാൻ പറ്റില്ല. ഇപ്പൊ അദ്ദേഹം നമുക്കറിയാം അത്രയും ലെജൻഡറി ആയിട്ടുള്ള റേഞ്ച് ഉള്ള ഒരു നടനാണ്. അപ്പം ഒന്ന് കിട്ടി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒന്നും കൂടെ നോക്കാം എന്ന് പറഞ്ഞ് പോയിട്ടില്ല. പിന്നെ ചില സമയത്ത് അദ്ദേഹം തന്നെ വേറൊരു സാധനം കൂടെ നോക്കാമെന്ന് പറയാറുണ്ട്. പിന്നെ പലപ്പോഴും അദ്ദേഹം ഇപ്പൊ നമുക്ക് ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും അദ്ദേഹം എന്തായിരിക്കും. അതിന് ആ എക്സ്പെക്ടേഷന് അതിനപ്പുറത്തോട്ട് അദ്ദേഹം ഡെലിവറി ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പം അതൊരു എക്സ്ട്രാ എക്സൈറ്റ്മെന്റ് നമുക്ക് ത്രൂ ഔട്ട് പ്രോസസ്സിൽ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം സിനിമയിൽ ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സാധനം ഭയങ്കരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ.
ഈ ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുമ്പോൾ അത് അഭിനയിച്ചും കൂടി അല്ലെങ്കിൽ അതേ ടോണിൽ സംസാരിച്ച് അവരെന്താണോ അപ്പോൾ പറയുന്ന അതേ രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനത്തെ ഒക്കെ ആൾക്കാരിനെ പറ്റി കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും കഥ പറയാൻ പോയപ്പം ജിതിൻ കെ ജോസ് എങ്ങനെയാണ് അത് ബ്രീഫ് ചെയ്ത് കൊടുത്തത്? ഞാൻ പിന്നെ ഇൻക്ലൂഡിങ് ഡയലോഗ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് പോയത്. അപ്പം ഞാനങ്ങനെ അഭിനയിച്ചൊന്നും പറയാൻ പോയിട്ടില്ല, അങ്ങനെയുള്ള സ്കില്ലില്ല. പക്ഷെ കുറച്ചൊക്കെ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മളിപ്പം നമ്മളൊരു ഡയലോഗ് എഴുതുമ്പോൾ അത് എന്ത് മോഡുലേഷനിലായിരിക്കും ആ കഥാപാത്രം പറയുന്നത് എന്നും കൂടെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും എഴുതുന്നത്. അങ്ങനെയാണ് അതിന്. അപ്പോൾ ആ മോഡുലേഷൻ എന്താണെന്ന് ഈ ഡയലോഗ്സ് പറയുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ഒരു പരിമിതിയും ഇതും എല്ലാം വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി അതങ്ങനെയാണ്. പിന്നെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ ഈ പറഞ്ഞ എഡിറ്റിങ്ങിലും മ്യൂസിക്കിലും ഒക്കെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന തരത്തിലുള്ള മ്യൂസിക് ഇവിടെ വരും, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള കട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ഷോർട്ട് ഡിവിഷനിലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കമ്പോസിഷനിലോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാൻ, അതും ചെറുതായിട്ട് ഒരു പരിധിക്കപ്പുറം ഇതൊന്നും പറയാനുള്ള പരിമിതികളുണ്ട്. എന്നാലും അത്യാവശ്യമുള്ള സമയത്ത് ഇതെല്ലാം കൂടെ പറഞ്ഞു. അപ്പം നമുക്ക് എപ്പോഴും ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ മൈൻഡിലുള്ള സിനിമ കൺവേ ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക്കാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം ഇങ്ങനെയുള്ള എലമെന്റ്സും കൂടെ പറ്റുന്ന പോലെ പറഞ്ഞാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ എന്താണ്, സ്ക്രീൻ പ്ലേക്ക് അപ്പുറത്തോട്ട് ടോട്ടാലിറ്റിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെയാണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. വിനായകൻ എന്ന് പറഞ്ഞ നടനെ ഏത് റേഞ്ചിൽ നമുക്ക് കാണാൻ കിട്ടും ഈ സിനിമയിൽ? അദ്ദേഹം പിന്നെ നമുക്ക് മലയാളത്തിൽ കുറെ കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു മുൻനിര നടനാണ്. അപ്പം അദ്ദേഹം കുറെ തരത്തിലുള്ള സിനിമകളും കുറെ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമെന്ന് പറയാൻ പറ്റുന്ന ഒരു മീറ്ററിലുള്ള ഒരു പരിപാടിയാണ് ഇതിനകത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് തന്നെ സെറ്റിലാണെങ്കിലും നമ്മൾ ഡിസ്കഷനും നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു രസം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലും വന്നിട്ടുണ്ട്. അതും ഒരു ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സിങ് ആയിരുന്നു. കൃത്യമായിട്ട് എനിക്കൊന്ന് ചെറിയ ഡയലോഗ്സിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇവർ തമ്മിലുള്ളൊരു കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഒരു സെറ്റും അതുപോലെ ആ ഒരു ഫൈനലി ഔട്ട് കാണുമ്പോൾ ഉള്ളൊരു ഫീലും ഒക്കെ? അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഫയറായിരുന്നോ സെറ്റില്? ഫയറാണോ ഐസാണോ പറയാൻ പറ്റത്തില്ല. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വേരി ചെയ്യുന്ന സംഗതികളാണ്. ഫയറും ഐസും എല്ലാം ഉണ്ടായിരുന്നു. കുറിപ്പ് 2-ന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അത് പിന്നെ അതിന്റെ റൈറ്റേഴ്സായിട്ട് 2-3 പേരുണ്ടായിരുന്നു. അതുപോലെ അൾട്ടിമേറ്റ്ലി അത് ശ്രീനാഥ് രാജേന്ദ്രൻ ആണ് അതിന്റെ ഡയറക്ടർ. ശ്രീനാഥേട്ടന്റെ ഒരു തീരുമാനമാണ് അതിൽ നിർണായകമായിട്ടുള്ളൊരു സാധനം. അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ സംഭവിച്ചേക്കാമെന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നത്. നിങ്ങളെല്ലാവരും തമ്മിൽ ഡിസ്കഷൻ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, പിന്നെ അങ്ങനെ വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വല്ലതും ചിന്തിച്ച് നോക്കാമെന്നൊക്കെ അന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കങ്ങനെ പേഴ്സണലി അങ്ങനെ ഒരു തോട്ടോ അങ്ങനെ ഒന്നും വന്നിട്ടോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അതുകൊണ്ട് അത് വരുമോ ഇല്ലയെന്ന് ഒരു ഒഫീഷ്യലി ഒരു അതോറിറ്റി ആയിട്ട് എനിക്ക് പറയാനും പറ്റത്തില്ല. അത് ശ്രീനാഥേട്ടൻ്റെ ഒരു ഡിസിഷനും കോളും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അതുപോലെ നല്ലൊരു ഐഡിയ തോട്ടോ കിട്ടിയാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നാളെ എനിക്കും എന്തെങ്കിലും ഒരു തോട്ട് അങ്ങനെ കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞേക്കാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതുവരെ അങ്ങനെ ഇല്ല. വന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയാൽ ചിലപ്പോൾ പോയേക്കാം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിലവിൽ അങ്ങനെ എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം പറയാൻ പറ്റില്ല. പിന്നെ അത് അൾട്ടിമേറ്റ്ലി അതിന്റെ അതോറിറ്റിയും അദ്ദേഹമാണ്. എന്താ തോന്നുന്നത്, സാധ്യത ഉള്ള ഒരു ഭാഗമാണ്? സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, സാധ്യത ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് അറിയില്ല സംഭവിക്കില്ല എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ചിത്രത്തിന്റെ അല്ലെങ്കിൽ സിനിമയുടെ എന്തെങ്കിലും കഥകൾ മനസ്സിൽ ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. ചില സബ്ജക്റ്റുകളും പരിപാടികളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയും കുറച്ചൊക്കെ എഴുതി നോക്കുകയും ചെയ്തിട്ടുണ്ട്. അതും റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ്ഡ് ആണോ? അല്ലല്ല, അത് ഫിക്ഷനിലാണ്. കുറച്ച് റോംകോം ജോണർ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? റോംകോം ജോണർ ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല. നമ്മൾ കംപ്ലീറ്റ് ത്രില്ലറിന്റെ അല്ല, അങ്ങനെ ത്രില്ലറല്ല റോംകോമും അല്ല, വേറെയും ജോണേഴ്സ് ഉണ്ടല്ലോ. ശരിക്കും
മൂവിയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് ആളുകൾ അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ? അൾട്ടിമേറ്റ് വിജയം തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നറിയാം, എന്നാലും എന്ത് പ്രതീക്ഷയോടാണ് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നോക്കിക്കാണുന്നത്? പിന്നെ സിനിമ റിലീസ് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മള് പിന്നെ ഈ സിനിമയുടെ ജനനം മുതൽ നമ്മളെ മനസ്സിൽ ഒരു സിനിമാറ്റിക് കൺസെപ്റ്റ് കണ്ടിട്ട് അത് ചെയ്യാനാണ് ഇറങ്ങി തിരിച്ചതും പരിപാടി നടന്നത്. അപ്പം അത് വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഈ യാത്രയിൽ കുറെ അതിനെ ബെറ്റർ ആക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കുറെ കൂടെ എൻഹാൻസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫൈനൽ വന്ന ഈ ത്രൂ ഔട്ട് പ്രോസസ്സ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജിലും ഹാപ്പിയാണ്. നമുക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം പോകാത്ത രീതിയിൽ ഇത് ചെയ്ത് ഇത്രയും പൂർത്തീകരണത്തോട് അടുത്ത് നിൽക്കുന്ന രീതിയിലോട്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആസ് എൻ ഓഡിയൻ കൂടി നമ്മൾ ആ ഒരു ആംഗിളിൽ തന്നെയാണ് സിനിമയെ കാണുന്നതും. അപ്പം ആ ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പൊ എന്തായാലും ചിത്രം ഏറ്റവും എന്താ പറയാ പ്രതീക്ഷകൾക്കും അപ്പുറം നിൽക്കട്ടെ, നല്ലൊരു പ്രകടനം മമ്മൂക്കയിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നും ആശംസിക്കാം. എല്ലാവിധമായിട്ടുള്ള ആശംസകളും. താങ്ക് യു സോ മച്ച്.